നാട്ടിലേക്ക് പോവാണ്. അതായത് എ സിയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അത് കുറേ പൈസ ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ എടുത്തതാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്നും കിട്ടും. പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ എ സിയിലൊക്കെ പോകണം. പൈസ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഇതിലും പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് പോകാണ്ട്. അതായത് സത്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് കള്ളവണ്ടി കയറിയതാണ്. അതായത് കണിയാപുരം പറഞ്ഞ ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് കൊച്ചുവേളി വരെ നമ്മൾ സാധാ ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് വെറുതെ കയറിയിട്ട് ഇങ്ങോട്ട് നിൽക്കുക. എന്നിട്ട് ഇവിടുന്ന് കൊച്ചുവേളി എത്തിയിട്ട് കൊച്ചുവേളിയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ ട്രെയിനിൽ പോരണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ ചേച്ചി. അപ്പോൾ അത്ര ബൈ ബൈ ബൈ. ഇത് ആക്ച്വലി എവിടെ വെച്ച് കഴിഞ്ഞാൽ കയക്കൂട്ടം ഫ്ലാഷ് ഓണാൽ കഴിഞ്ഞാൽ കയക്കൂട്ടത്താണ്. കയക്കൂട്ടം കണ്ടോ ഇവിടെ കയക്കൂട്ടം. ഇതാ കയക്കൂട്ടം. ഇപ്പോൾ ആ വരുന്നത് മെമോ ആവാൻ തന്നെ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു നേരത്ത് ഒരു മെമോ ഉണ്ട്. ഇനി അടുത്ത സ്റ്റേഷന് എന്താ പറയുക, മെമോ അല്ല മെമ്മപ്പാളി. അപ്പം മെമോൻ്റെ തീരുമാനമായിക്കില്ലേ. ഇനി അങ്ങോട്ട് നാട്ടിലേക്ക് പോകുക. നാട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ട്. നമ്മളെ കല്യാണം കൂടാനായിട്ടില്ല, കുറച്ച് കഴിയട്ടെ. എന്നിട്ട് മോൻ്റെ കല്യാണത്തിന് പോകണം. മോൻ്റെ കല്യാണത്തിന് എന്തായാലും ബീഫ് ബിരിയാണി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബീഫ് ബിരിയാണി നിന്നാൽ പോകണം മെയിനായിട്ട്. പിന്നെ കുറേ നമ്മൾ 2018 19 തുടങ്ങിയ പബ്ജി കൂട്ടുകാരന്മാരെ കാണാനുണ്ട്. ഓലെല്ലാവരും പാടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓലെ കാണാൻ പോകണം. എൻ്റെ കജ്ജല്ലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തലറങ്ങണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അത് ഓഫാക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അടിച്ചിട്ടാൽ മതി. ഇത് സംഭവിച്ചാണെങ്കിലും കണ്ടിട്ട് വിരാന്താണ്ട്. ഇനി എന്താണ് അത് ലേഡീസ് ഹോസ്റ്റലാട്ടോ. കണ്ടോ ഒരു പെണ്ണിങ്ങനെ കുത്തിരിക്കണ്ട അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്കുള്ള കോൾസുള്ള വീഡിയോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ അവിടെ തന്നെ ഇതാ ആ കാണുന്നതാണ് കൊച്ചുവേളി ബ്ലോക്ക്. ഇപ്പോൾ കൊച്ചുവേളിക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചുവേളിയിൽ തന്നെ ട്രെയിൻ കിടക്കുന്നതല്ല, ട്രെയിൻ വരുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇതിപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തുക. പിന്നെ ഇന്ന് തിരക്കുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ ആകെ ഒരു വിമാനം തരാം കേട്ടോ. മേലെ വിമാനം, താഴെ റെയിൽവേ സ്റ്റേഷൻ. വിമാനം പോകണുണ്ടോ? ഒരു ബസ്സിൻ്റെ അത്ര വലിപ്പത്തിലെ വിമാനം കാണാൻ പറ്റും നമുക്ക്. മലപ്പുറത്ത് വന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ വിമാനം ഇങ്ങനെ കാണുന്ന സമയത്ത് വിമാനം ഇങ്ങനെ നോക്കിയിട്ട് വിമാനം ഇങ്ങനെ നോക്കി കുത്തിരിക്കാൻ പറ്റും. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച അല്ലേ ഇത്? ട്രെയിൻ മാറിയോ? എന്താ ഇവിടെ തിരക്കില്ലാത്ത? ഭയങ്കര ബ്ലറല്ലേ. ഇങ്ങനെ കണ്ടാലേ രസമുള്ളൂ. നമുക്ക് ഇറങ്ങാം. തിരക്ക് വളരെ കുറവാണ്. സംഭവം ഇന്ന് ഫ്രൈഡേ ശരിക്കും നല്ല തിരക്കുണ്ടാകണ്ട ഈ സമയമാകുമ്പോഴത്തേനും. ഒരു മനുഷ്യന്മാരും നാട്ടിൽ പോകണില്ല. അതങ്ങനെ ഇപ്പോൾ പോവാണ്. ഈ നാട്ടിൽ കുറച്ച് കാലം വർക്ക് ഫ്രം ഹോം എൻജോയ് ചെയ്തിട്ട് ഇന്ന് പരിപാടിയുള്ളൂ. ആരും ഇല്ല സത്യം പറയാൻ കേട്ടോ. വളരെ ദാരിദ്ര്യം പിടിച്ച ദിവസമായി പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ട്രെയിനൊക്കെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ കുറേ ഇങ്ങനെ കാണിച്ചു തരാൻ മാത്രമല്ല. ചെറിയ വലിയ മിനി ബ്ലോഗല്ലേ, ഷോർട്ട് ബ്ലോഗ് ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ എ സിയിലോട്ടുള്ള ഒരു കയറ്റമാണ്. എന്ത് കയറ്റം? അല്ലാ കുറച്ചോളെ കാട്ടിക്കണേ. അപ്പോൾ എ സി വരുന്നില്ല. ഇത് മാത്രമൊക്കെ ഉണ്ടായിരുന്നത് B3 B1 B2. ഓഹോ, അല്ല B1 ആണോ? ഒരു ഡൗട്ട്. A1 എന്തായാലും അല്ല. അപ്പോൾ B1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി B1 പോകണം. B1 അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ഒരു ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് ഒറ്റക്കെ ഉള്ളൂ. നിലമ്പൂർ ടു ഭാരതി ഇതേ തന്നെയല്ലേ? എ സിയിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ.
കാണുന്ന പോലല്ല. B134 ഇങ്ങനെ പോവാം. ഇതാണ് സമാധാനം. നല്ല തണുപ്പായിരിക്കും, സുഖം. ആരുമില്ല. ഇന്ത്യൻ റെയിൽവേൻ്റെ സൗണ്ട് ഇത്ര കലമ്പല്ലേ, ഇനി ഞാൻ ഇതേ സൗണ്ട് എ സിയിലേക്ക് കയറുന്നത് കാണിച്ചത്. അപ്പോൾ ഭയങ്കര അനുഭവം. അത് 100-110 കിലോമീറ്ററിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇനി ഫ്ലാഷ് ഓഫ് ആക്കി കാണിച്ചു തരാം. അല്ലാതെ നാട്ടുകാരെ മോദി നോക്കിയിട്ട് ഞാൻ സെലിബ്രിറ്റി ആയിട്ട് പറഞ്ഞാലോ. ഓക്കെ, ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് കുറച്ച് നേരത്തിനുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വാവ്, വാട്ട് എ സൈലൻറ്റ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ അതേ അമ്മമ്മയിലേക്ക് ഒത്തിരിക്കുന്നത്. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഭയങ്കര കാമാണ്. എൻ്റെ സൗണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പോഴും സെയിം ഫീൽ. എന്ത് ചെയ്യാനാണ്, ടെക്നോളജിയാണ്. നമ്മളപ്പോൾ ആക്ച്വലി കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഈസി ആകുമ്പോൾ സുഖം തരോ. പുറത്തത്തെ സൗണ്ടൊന്നും കേൾക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു കമ്പിളി പുതപ്പുണ്ടാവും, പിന്നെ ഒരു 2 വെള്ള പുതപ്പുണ്ടാവും. ഞാൻ എൻ്റെ പുതപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കണ്ട പുതപ്പൊന്നും പുറത്ത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ബൈ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കിടന്നിട്ട് നാളെ രാവിലെ മോർണിംഗ് കാണിച്ചു തരാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. കാരണം നാട്ടിലാവുമ്പോൾ എന്താ പറയുക, രാത്രിയാവും എത്തുമ്പോഴത്തേനും ഒരു 5 മണി 5:30 പുലർച്ചല്ല. അപ്പോൾ എന്തായാലും ഒന്നും കാണിച്ചു തരാൻ മാത്രം ഉണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അത്രേ ഉള്ളൂ.